Computation of mean precipitation. Rain gauges represent only point sampling of the aerial distribution of a storm. നമുക്കറിയാം ഒരു സ്റ്റോം എന്ന് പറയുന്നത് ഒത്തിരി ഏരിയയിൽ കാണും. ഒരു റെയിൻ ഗേജ് ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല റെയിൻ ഉണ്ടാവുന്നത്. നമ്മൾ റെയിൻ ഗേജ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എ പോയിന്റ് സാമ്പിളിംഗ്. ഒരു പർട്ടിക്കുലർ സ്റ്റോം കൊണ്ട് എത്ര ഡെപ്ത് ഓഫ് റെയിൻഫോൾ കിട്ടി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഒരു പോയിന്റിലുള്ളത് മാത്രമേ നമുക്ക് ഒരു റെയിൻ ഗേജ് എന്നുള്ള റീഡിങ്ങിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ പോയിന്റ് റെയിൻഫോൾ വാല്യൂസിനെ, അതായത് പല സ്റ്റേഷൻസിലുള്ള പോയിന്റ് റെയിൻഫോൾ വാല്യൂസിനെ നമുക്കൊരു ആവറേജ് വാല്യൂ ഓവർ എ കാച്ച്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ റെയിൻ ഗേജ് വെക്കുന്നത് റെയിൻ ഗേജ് സ്റ്റേഷനിൽ, അതിൽ നിന്ന് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് സാമ്പിളിംഗ് മാത്രമേ ആവുന്നുള്ളൂ. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ ഒരു ഫുൾ ഏരിയയിലെ പല റെയിൻ ഗേജ് സ്റ്റേഷൻസിൽ നിന്ന് കിട്ടുന്ന റീഡിങ്ങിനെ എല്ലാം നമുക്ക് ആവറേജ് വാല്യൂ ഓവർ കാച്ച്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെ ആവറേജ് വാല്യൂ ഓവർ കാച്ച്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ 3 മെത്തേഡ്സ് യൂസ് ചെയ്യും. സോ ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ we will get the average rainfall over a catchment. So the first method is arithmetic mean method. Arithmetic mean method. So arithmetic mean methodile formula എങ്ങനെയാണെന്ന് വെച്ചാൽ P bar is equal to P1 plus P2 plus etc. up to Pn divided by n. That is 1 by n sigma I equal to 1 to n Pi equal to 1 to n Pi. So arithmetic mean method എന്ന് പറഞ്ഞാൽ ഒരു കാച്ച്മെന്റിലെ പല റെയിൻ ഗേജ് സ്റ്റേഷൻസിലെയും റീഡിംഗ് നമുക്കറിയാം. അതാണ് P1, P2 up to Pn. That is when rainfall measured at various stations in a catchment show little variation, average precipitation over the catchment area is taken as arithmetic mean of the station values. ഒരു കാച്ച്മെന്റിലെ ഒരു കാച്ച്മെന്റിലെ സ്റ്റേഷൻസിലെ എല്ലാം റെയിൻഫോൾ മെഷർമെന്റ് വാല്യൂസ് തമ്മിലുള്ള വേരിയേഷൻ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കാച്ച്മെന്റ് ഏരിയ കാണും. ആ കാച്ച്മെന്റ് ഏരിയയിൽ ഒരുപാട് റെയിൻ ഗേജ് സ്റ്റേഷൻസ് കാണും. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേഷനിൽ നിന്നും റെയിൻഫോൾ റീഡിംഗ് കിട്ടും. ഈ കിട്ടുന്ന റെയിൻഫോൾ മെഷർമെന്റ്സ് തമ്മിൽ വലിയ വേരിയേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റീഡിങ്ങിന്റെ ആവറേജിനെ തന്നെ ആ കാച്ച്മെന്റ് ഏരിയയിലെ ആവറേജ് പ്രസിപ്പിറ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെയിൻഫോൾ മെഷേർഡ് അറ്റ് വേരിയസ് സ്റ്റേഷൻസ് ഇൻ എ കാച്ച്മെന്റ് ഷോ ലിറ്റിൽ വേരിയേഷൻ. When rainfall measured at various stations show little variation. പല സ്റ്റേഷൻസിലെയും റെയിൻഫോൾ മെഷർ ചെയ്യുന്നത് ചെറിയ വേരിയേഷനെ കാണിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ റെയിൻഫോൾ റീഡിങ്സ്, ആ പല സ്റ്റേഷൻസിലുള്ള റെയിൻഫോൾ റീഡിങ്സിന്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അരിഥമെറ്റിക് മീൻ എടുക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ആ കാച്ച്മെന്റ് ഏരിയയിലെ മീൻ precipitation. That is, if there are n rain gauge stations in a particular catchment area and the rainfall measured at these stations show little variation, then average precipitation over the catchment area is taken as the arithmetic mean of the station values. അതാണ് arithmetic mean method. അപ്പോൾ ഈ P bar എന്ന് പറയുന്നതാണ് average precipitation,
P1 P2 up to Pn എന്ന് പറയുന്നത് ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനിൽ നിന്നും കിട്ടുന്ന റെയിൻഫോൾ റീഡിംഗ് ആൻഡ് n is the total number of rain gauge station. സിമ്പിൾ ആണ്, അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. സിംപ്ലി ആവറേജ് എടുക്കുക. സെക്കൻഡ് മെത്തേഡ് is Thiessen mean method or Thiessen polygon method. Thiessen mean method or Thiessen polygon method. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് Thiessen mean method അല്ലെങ്കിൽ Thiessen polygon method എന്ന് പറയും. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാച്ച്മെന്റ് ഏരിയ ഉണ്ട്, അവിടെ നമുക്ക് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ട് 4 എണ്ണം. സപ്പോസ് എ ബി സി ഡി. ഒരു കാച്ച്മെന്റ് ഏരിയ ഉണ്ട്, അവിടെ കുറച്ച് റെയിൻ ഗേജ് സ്റ്റേഷൻസ് കാണും. ഫോർ എക്സാമ്പിൾ വി ഹാവ് എ കാച്ച്മെന്റ് ഏരിയ വിത്ത് 4 റെയിൻ ഗേജ് സ്റ്റേഷൻസ്, നെയിംലി എ ബി സി ആൻഡ് ഡി. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്, സിമ്പിൾ ആണ് പ്രൊസീജിയർ, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഫസ്റ്റ് is join the adjacent rain gauge stations by straight lines. ഈ adjacent rain gauge stationsനെ straight lines ഉപയോഗിച്ച് join ചെയ്യണം. അടുത്തടുത്തുള്ള rain gauge stationsനെ straight line ഉപയോഗിച്ച് join ചെയ്യുക. Join adjacent rain gauge stations by using straight lines. Straight lines ഉപയോഗിച്ച് adjacent rain gauge stationsനെ join ചെയ്യണം. Join ചെയ്തതിന് ശേഷം second step is construct perpendicular bisectors of each of these lines. Adjacent rain gauge stationsനെ straight lines ഉപയോഗിച്ച് join ചെയ്തതിന് ശേഷം ഈ ഓരോ straight lineനും perpendicular bisectors construct ചെയ്യണം. Perpendicular bisector. ഇനി ഇവിടെ perpendicular bisector, ഇനി ഈ ഫേസിന് ഒരു perpendicular bisector വേണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കാച്ച്മെന്റ് ഏരിയയിലെ റെയിൻ ഗേജ് സ്റ്റേഷൻസ് പ്ലോട്ട് ചെയ്തതിന് ശേഷം അഡ്ജസന്റ് റെയിൻ ഗേജ് സ്റ്റേഷൻസിനെ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഈ ജോയിൻ ചെയ്ത സ്ട്രെയിറ്റ് ലൈൻസിന് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. ബൈസെക്ടേഴ്സ് വരച്ച് കഴിയുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് a Thiessen network is thus constructed. Polygon formed by perpendicular bisectors around a station encloses an area which is everywhere closer to that station than any other station. Find the area of each of these polygons shown. അതായത് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു കഴിയുമ്പോൾ ഫിഗർ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് നമ്മൾ വരയ്ക്കണം. കാച്ച്മെന്റ് ഓക്കെ, അഡ്ജസന്റ് റെയിൻ ഗേജ് സ്റ്റേഷൻസിനെ തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. ഈ രണ്ട് ഫേസിന് ഒന്ന് മതി. ഇതിനുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഇതിനുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ച് കഴിയുമ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ഒരു റെയിൻ ഗേജ് സ്റ്റേഷനെ ഒരു ഏരിയ ആയിട്ട് എൻക്ലോസ് ചെയ്യും. അതായത് ഈ ഹാച്ച് ചെയ്തേക്കുന്ന ഇതൊരു ഏരിയ. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനെയും എൻക്ലോസ് ചെയ്യുന്ന ഏരിയ കാണും. ഇതൊരു ഏരിയ, ഇവിടെ ഒരു ഏരിയ, പിന്നെ ഇവിടെ ഒരു ഏരിയ. അതായത് ഒരു റെയിൻ ഗേജ് സ്റ്റേഷനെ ചുറ്റിപ്പറ്റി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ കാണും. ആ ഏരിയാസ് നമ്മൾ മെഷർ ചെയ്യണം. അപ്പൊ ആ ഏരിയ മെഷർ ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന പോളിഗൺ, അതായത് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനെയും എൻക്ലോസ് ചെയ്ത് കിട്ടുന്ന പോളിഗണിനെയാണ് തീസൻ പോളിഗൺ എന്ന് വിളിക്കുന്നത്. ഈ തീസൻ പോളിഗൺസിന്റെ ഓരോന്നിന്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ ആ എൻക്ലോസ് ചെയ്തേക്കുന്ന റെയിൻ ഗേജ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനെ എൻക്ലോസ് ചെയ്യുമ്പോൾ ഒരു പോളിഗൺ ഫോം ചെയ്യും. ആ പോളിഗണിനെ തീസൻ പോളിഗൺ എന്ന് വിളിക്കും. ഈ ഓരോ തീസൻ പോളിഗണിന്റെയും ഏരിയ കണ്ടുപിടിക്കണം.
So find out the area of each of these Thiessen polygon. Thiessen polygon is formed by enclosing a rain gauge station by a station with the perpendicular bisectors. When the perpendicular bisectors enclose a rain gauge station, that polygon is known as Thiessen polygon. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചതിന് ശേഷം ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓരോ റെയിൻ ഗേജ് സ്റ്റേഷനെ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് തീസൺ പോളിഗൺ എന്ന് വിളിക്കുന്നത്. ഈ തീസൺ പോളിഗണിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. തീസൺ പോളിഗണിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ദെൻ ടോട്ടൽ ഏരിയ ഓഫ് ബേസിൻ കണ്ടുപിടിക്കുക. എല്ലാ ഏരിയയുടെയും സം എടുക്കുമ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ബേസിൻ കിട്ടും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? തീസൺ പോളിഗണിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഏരിയ നമ്മൾ എൻക്ലോസ് ചെയ്തേക്കുന്ന റെയിൻ ഗേജ് സ്റ്റേഷന്റെ റീഡിങ്ങുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് കമ്പ്യൂട്ട് ദി ആവറേജ് precipitation ഫ്രം ദി ഇക്വേഷൻ PAV is equal to or P average is equal to A1 P1 plus A2 P2 plus etc. up to AN PN divided by A1 plus A2 plus etc. up to AN. That is sigma AI PI divided by sigma AI. അതായത് ഒരു തീസൺ പോളിഗണിന്റെ ഏരിയയെ ആ പോളിഗൺ എൻക്ലോസ് ചെയ്യുന്ന റെയിൻ ഗേജ് സ്റ്റേഷന്റെ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിന്റെ സം എടുക്കണം. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഓഫ് ദ കാച്ച്മെന്റ് ചെയ്യുമ്പോൾ ആവറേജ് റെയിൻഫോൾ കിട്ടും. ഇതാണ് തീസൺ പോളിഗൺ മെത്തേഡ്. ദിസ് ഈസ് Thiessen polygon method and the formula is P average is equal to sigma AI PI divided by sigma AI. അല്ലെങ്കിൽ ഇതിന് വേറൊരു രീതിയിൽ എഴുതാം. P average is equal to sigma PI WI. അതായത് A1 by A എന്ന് പറയുന്നതാണ് വെയിറ്റ്. Thiessen വെയിറ്റ് എന്ന് പറയും. WI where WI is equal to AI by sigma A. ഇതാണ് Thiessen mean method or Thiessen polygon method. Now there is one more method, that is isohytal method. Next method is isohytal method. So isohyte എന്ന് പറഞ്ഞാൽ it is a line on a rainfall map joining places of equal rainfall readings. Isohytes എന്ന് പറഞ്ഞാൽ lines joining places of equal rainfall reading. ഒരേ rainfall equal rainfall readings ഉള്ള പ്ലേസസിനെ ജോയിൻ ചെയ്യുന്ന ലൈൻസിനെ വിളിക്കുന്ന പേരാണ് isohyte. അപ്പോൾ ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന റെയിൻഫോൾ വാല്യൂസ്, അതായത് പല റെയിൻ ഗേജ് സ്റ്റേഷൻസിലെയും റെക്കോർഡ് ചെയ്യപ്പെടുന്ന റെയിൻഫോൾ വാല്യൂസ് തരും. അത് ഉപയോഗിച്ച് ഐസോഹൈറ്റൽ മാപ്പ് പ്രിപ്പയർ ചെയ്യണം ഫോർ ദ സ്റ്റോം കോസിംഗ് റെയിൻഫോൾ ഓവർ ദി ഏരിയ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫ്രം ദ റെയിൻഫോൾ വാല്യൂസ് റെക്കോർഡഡ് അറ്റ് വേരിയസ് റെയിൻ ഗേജ് സ്റ്റേഷൻസ് പ്രിപ്പയർ ദി ഐസോഹൈറ്റൽ മാപ്പ് ഫോർ ദ സ്റ്റോം കോസിംഗ് റെയിൻഫോൾ ഓവർ ദി ഏരിയ. ഫസ്റ്റ് യു ഹാവ് ടു പ്രിപ്പയർ ദി ഐസോഹൈറ്റൽ മാപ്പ്. Prepare isohytal map. ഒരു കാച്ച്മെന്റിലെ റെയിൻഫോൾ റീഡിങ്സ് എല്ലാം തന്നിരിക്കും. അത് ഉപയോഗിച്ച് ആ ഏരിയയിൽ റെയിൻഫോളിന്റെ പർട്ടിക്കുലർ റെയിൻഫോളിന്റെ ഐസോഹൈറ്റൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാം. ദെൻ മെഷർ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ സക്സസീവ് ഐസോഹൈറ്റ്സ്. മെഷർ area enclosed between
successive isoheights. അടുത്തടുത്തുള്ള isoheights എൻക്ലോസ് ചെയ്യുന്ന ഏരിയ മെഷർ ചെയ്യാം. Then multiply each of these areas by average rainfall. Multiply each area by average rainfall between isoheights. നമ്മൾ രണ്ട് സക്സസീവ് ഐസോഹൈറ്റ്സിന്റെ ഇടയിലുള്ള ഏരിയ മെഷർ ചെയ്തിട്ട് ആ രണ്ട് ഐസോഹൈറ്റ്സിന്റെ ആവറേജ് റെയിൻഫോൾ റീഡിംഗ് ഉപയോഗിച്ച് ആ ഏരിയയെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? പി ആവറേജ് ഇസ് ഈക്വൽ ടു സിഗ്മ A1 into P1 plus P2 by 2 divided by sigma A. അപ്പോൾ ആദ്യത്തെ ഏരിയ ഇൻറ്റു അത് എൻക്ലോസ് ചെയ്യുന്ന രണ്ട് ഐസോഹൈറ്റ്സിന്റെ റെയിൻഫോളിന്റെ ആവറേജ്, അതാണ് A1 ഇൻറ്റു P1 പ്ലസ് P2 by 2. അങ്ങനെ നമ്മൾ ടോട്ടൽ ആയിട്ട് സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്യുമ്പോൾ we will get the value of average rainfall or mean precipitation using isoheightal method. The formula is P average is equal to sigma A1 P into P1 plus P2 by 2 divided by sigma A. First question. The rain gauge readings at various stations in a catchment are given below. Determine the average depth of rainfall. The rain gauge readings at various stations in a catchment are given below. Determine the average depth of rainfall. അപ്പോൾ ഓരോ സ്റ്റേഷനിലെയും റെയിൻ ഗേജ് റീഡിങ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ആവറേജ് റെയിൻഫോൾ കണ്ടുപിടിക്കണം. ഇവിടെ റീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ റീഡിങ്സ് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. സോ വി ക്യാൻ യൂസ് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. സോ ആവറേജ് റെയിൻഫോൾ ഇസ് ഈക്വൽ ടു സിഗ്മ പി ഐ ഡിവൈഡഡ് ബൈ എൻ. ദാറ്റ് ഈസ് 12.6 plus 18.8 plus 14.8 plus 10.4 plus 16.2 the whole divided by എത്ര സ്റ്റേഷൻസ് ഉണ്ട്? 5. അപ്പോൾ എത്ര വരും? 14.56 mm. 14.56 mm. നമ്മൾ അരിത്തമെറ്റിക് മീൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. കാരണം തന്നിരിക്കുന്ന റെയിൻഫോൾ വാല്യൂസ് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലായിരുന്നു. ഏത് മെത്തേഡ് എന്ന് സ്പെസിഫിക്കലി പറയുന്നില്ല. നമ്മൾ അരിത്തമെറ്റിക് മീൻ മെത്തേഡ് യൂസ് ചെയ്തു. സിഗ്മ പി ഐ ബൈ എൻ. തന്നിരിക്കുന്ന റെയിൻഫോൾ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻസ്. സോ ദി ആൻസർ ഇസ് 14.56 mm. The answer is 14.56 mm. Question. For a catchment area, the details of Thiessen polygon surrounding each rain gauge and the recording of the rain gauge for a particular month are given. Determine the average depth of rainfall on the basin. അപ്പം ക്വസ്റ്റ്യനിൽ തന്നെ Thiessen polygonന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു യൂസ് ദ Thiessen mean method. ഫോർമുല എന്താണ്? P average is equal to sigma AP divided by sigma A. സിഗ്മ എ എങ്ങനെ കണ്ടുപിടിക്കാം? Thiessen polygonന്റെ ഏരിയാസിന്റെ സം എടുക്കാം. അപ്പോൾ ഈ കോളത്തിന്റെ സം എടുക്കുമ്പോൾ we will get sigma A. 45 plus 38 plus 30 plus 40. That is 153 യൂണിറ്റ് സ്ക്വയർ കിലോമീറ്റർ. ഇനി സിഗ്മ എ പി വേണം. അതായത് ഓരോ Thiessen പോളിഗണിന്റെ ഏരിയയും അത് എൻക്ലോസ് ചെയ്യുന്ന റെയിൻ ഗേജ് സ്റ്റേഷന്റെ റീഡിങ്ങും. That is A into P. 45 into 30.8, that is 1386. 38 into 34.6, 1314.8. 30 into 32.6, that is 978. And 40 into 24.6, that is 984. സിഗ്മ എ പി ഈ കോളത്തിന്റെ സം എടുക്കാം. എത്ര വരും? 4662.8. So the answer is 4662.8 divided by
153. That is 30.48 mm. 30.48 mm. ഒന്നുമില്ല, നമുക്ക് തീസൺ പോളിഗണിന്റെ ഏരിയ തന്നിട്ടുണ്ട്, പ്രസിപ്പിറ്റേഷൻ വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ തീസൺ പോളിഗൺ ഏരിയയും അതാത് പ്രസിപ്പിറ്റേഷൻ വാല്യൂ, അതായത് ആ ഏരിയ എൻക്ലോസ് ചെയ്യുന്ന റെയിൻ ഗേജ് സ്റ്റേഷന്റെ പ്രസിപ്പിറ്റേഷൻ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. A into P. അതിന്റെ സം എടുക്കുമ്പോൾ ന്യൂമറേറ്റർ കിട്ടും സിഗ്മ എ പി. ഇനി തന്നിരിക്കുന്ന തീസൺ പോളിഗൺ ഏരിയാസിന്റെ സം എടുക്കുമ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ദ കാച്ച്മെന്റ് സിഗ്മ എ കിട്ടും. സിഗ്മ എ പി ഡിവൈഡഡ് ബൈ സിഗ്മ എ വിൽ ഗിവ് യു മീൻ precipitation. Next question. The ISO heights due to a storm in a catchment were drawn and the area of the catchment bounded by ISO heights were as tabulated below. Estimate mean precipitation due to the storm. You have to estimate the mean precipitation due to the storm. അപ്പോൾ ISO heights ന്റെ values തന്നിട്ടുണ്ട്. ISO heights എന്ന് പറഞ്ഞാൽ they are lines drawn on a map joining places of equal rainfall. ഓരോ ISO heights ന്റെ ഇടയിലുള്ള ഏരിയയും തന്നിട്ടുണ്ട്. അപ്പോൾ 9 ഉം 10 ന്റെ ഇടയിലുള്ള ഏരിയ ആണ് 22, 10 ന്റെ 11 ന്റെ ഇടയിൽ 80, 11 12 ന്റെ ഇടയിൽ 105, 12 13 ന്റെ ഇടയിൽ 98, 13 14 ന്റെ ഇടയിൽ 78, 14 15 ന്റെ ഇടയിൽ 16. അപ്പോൾ ഫോർമുല എന്താണ്? ഫോർമുല is P average is equal to sigma A1 into P1 plus P2 by 2 the whole divided by A. That is sigma A. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് ആവറേജ് precipitation കണ്ടുപിടിക്കാം. ആവറേജ് precipitation കണ്ടുപിടിക്കാം. That is half of P1 plus P2. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും? 9 plus 10 by 2, 9.5. 10 plus 11 by 2, 10.5. 11 plus 12 by 2, 11.5. 12 plus 13 by 2, 12.5. 13 plus 14 divided by 2, 13.5. 14 plus 15 by 2, 14.5. ഇനി A sigma A1 into P1 plus P2 by 2. A into P1 plus P2 by 2. ഇതാണ് വേണ്ടത്. ഇത് ഇൻറ്റു ഇത്. അപ്പോൾ എത്ര വരും? 209. 80 into 10.5. 840. 105 into 11.5. 1207.5. 98 into 12.5. 1225. 78 into 13.5. 1053. 16 into 14.5. 232. ഇനി നമുക്ക് ഈ വാല്യൂ വേണം. സിഗ്മ എ എന്ന് പറയുന്നത് ഈ കോളത്തിന്റെ സം. 22 plus 80 plus 105 plus 98 plus 78 plus 16. That is 399. Whereas A1 into P1 plus P2 by 2. That is 209 plus 840 plus 1207.5 plus 1225 plus 1053 plus 232. സം എടുക്കുമ്പോൾ എത്ര വരും? 4766.5. So P average is 4766.5 divided by 399. എത്ര വരും? 11.946. യൂണിറ്റ് റെയിൻഫോളിന്റെ യൂണിറ്റ് എത്രയാ? സെന്റിമീറ്റർ. എന്താ ചെയ്തത്? ഐസോ ഹൈറ്റ്സിന്റെ വാല്യൂസും തന്നിട്ടുണ്ട്. ഐസോ ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈൻസ് ഹാവിങ് ഈക്വൽ റെയിൻഫോൾ റീഡിങ്. അപ്പോൾ ഐസോ ഹൈറ്റ്സിന്റെ റീഡിങ്ങും തന്നിട്ടുണ്ട്. സക്സസീവ് ഐസോ ഹൈറ്റ്സിന്റെ ഇടയിലുള്ള ഏരിയ ഇൻ സ്ക്വയർ കിലോമീറ്റേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആവറേജ് precipitation ബിറ്റ്വീൻ ടു ഐസോ ഹൈറ്റ്സ് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ടാബുലേറ്റ് ചെയ്തെടുത്ത തേർഡ് കോളം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു P1 പ്ലസ് P2. ആദ്യത്തെ 9 10 ആണെങ്കിൽ 9 പ്ലസ് 10 by 2. 10 11 ആണെങ്കിൽ 10 പ്ലസ് 11 by 2. അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഈ സക്സസീവ് ഐസോ ഹൈറ്റ്സിന്റെ ഇടയിലുള്ള ഏരിയയും ആ സക്സസീവ് ഐസോ ഹൈറ്റ്സിന്റെ മീൻ precipitation വാല്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതാണ് ലാസ്റ്റ് കോളം A1 into P1 plus P2 by 2.
ദാറ്റ് ഇസ് 22 ഇൻറ്റു 9.5, 80 ഇൻറ്റു 10.5 ആൻഡ് സോ ഓൺ. എന്നിട്ട് ആ കോളത്തിൻ്റെ സം എടുക്കുക. അതാണ് സിഗ്മ A1 ഇൻറ്റു P1 പ്ലസ് P2/2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ദാറ്റ് ഇസ് സിഗ്മ A. അപ്പോൾ നമുക്ക് ആവറേജ് പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ മീൻ പ്രസിപ്പിറ്റേഷൻ കിട്ടും. അപ്പോൾ മീൻ പ്രസിപ്പിറ്റേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ടായിരുന്നു. 3 മെത്തേഡിൻ്റെ പ്രോബ്ലംസും ഇങ്ങനെയാണ്.